ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടില് രാവിലെ അമ്പലത്തിൽ നിൽക്കുന്ന നിധിയെയും നികേഷിനെയും ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴാണ് അവർ സുനന്ദേനെ കാണുന്നത്. സുനന്ദയാണെങ്കിൽ നാഗദൈവങ്ങളോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, സുനന്ദേച്ചിയിൽ കരയുന്നുണ്ടല്ലോ. അവളാണെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇവരെ കണ്ടപ്പോൾ അവൾ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയാണ്, നാഗദൈവങ്ങളെടുത്ത് 7 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് നടക്കാത്ത കാര്യം നടക്കും. അല്ലാതെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ഇതെങ്കിലും ഒന്ന് ചെയ്യട്ടെ, അല്ലാതെ എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അതും പറഞ്ഞിട്ട് സുനന്ദ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം നികേഷിനോട് പറയുന്നുണ്ട്, പാവാണല്ലേ എന്ന്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന നികേഷിനെയും സുധീഷിനെയും നിധീനെയാണ്. അപ്പം നിധി സുധീഷിനോട് ഈ കാര്യം പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, പാവാണ്, പക്ഷെ എന്ത് ചെയ്യാനാ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അവൾക്ക് വീട്ടുകാരെ എതിർത്ത് വരാനും വയ്യ, പക്ഷെ അവൾക്ക് കല്യാണത്തിന് താല്പര്യമില്ല, എന്താ ചെയ്യുക, പാവം. സുഭാഷ് ചേട്ടനും നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് വേറെ പെണ്ണ് കാണാൻ വന്നത്. സുഭാഷ് ചേട്ടൻ്റെ മനസ്സിൽ സുനന്ദ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അവരെന്നെയല്ലേ ഒന്നിക്കേണ്ടത്. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ബാക്കി ഏത് കാര്യം നടക്കാൻ പറ്റില്ലെങ്കിലും എങ്ങനെയെങ്കിലും നടത്താൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ ഈ കാര്യം ചാൻസ് ഇല്ല. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇയാളിങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എനിക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഇയാളല്ലേ, അപ്പോൾ അതുപോലെ തന്നെ ചേട്ടൻ്റെ കാര്യത്തിലും ചെയ്തൂടെ? അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് നിനക്കും ആവശ്യമുള്ള കാര്യമായിരുന്നല്ലോ. നിനക്ക് കങ്കാരുവിനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നീയും മുന്നിട്ട് ഇറങ്ങിയിട്ടല്ലേ ഞാൻ നിന്നെ സഹായിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. സുനന്ദ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ഒരാൾക്ക് താല്പര്യമില്ലാതെ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല നിധി. സുധീഷ് അത് പറയുമ്പോൾ നികേഷും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുധീഷിന. അതാണ് ഇടത്തി, അത് സത്യമാണെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നിധി ഒന്ന് നിശ്വസിച്ചിട്ട് മുന്നിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പം വേദനയോടുകൂടി നടന്നു വരുന്ന സുധീഷ് അവളോട് പറയുന്നുണ്ട്, നിധി സത്യം പറഞ്ഞാൽ നിനക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തത്. അത് കേട്ടപ്പോൾ അവൾ പിന്നെയെന്നും പറഞ്ഞിട്ട് മുന്നിലേക്ക് വീണ്ടും നടന്നിട്ട് ഒരു കുഞ്ഞു പുഞ്ചിരിയോട് കൂടി പറയാണ്, പോകുന്ന വഴിക്ക് മരുന്ന് ഞാൻ വാങ്ങിത്തരാമെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ സുധീഷിന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ വേദന സഹിച്ച് നടക്കുകയാണ്. അവൻ പറയുന്നുണ്ട് നികേഷിനോട്, നോക്കടാ എൻ്റെ പുറകൊക്കെ ഫുൾ നീലിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ തൊടലെ ഭയങ്കര വേദനയാണെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ചേട്ടനെയാണ്. വർക്കിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കുകയാണ്. ആ സമയത്താണ് ഫോണിലേക്ക് കോൾ വരുന്നത്. അങ്ങനെ കോൾ എടുക്കുമ്പോൾ അത് ജ്യോതി ആയിരുന്നു. അപ്പോൾ ജ്യോതി ചോദിക്കുന്നുണ്ട്, എന്താ പണി? അപ്പം അവൻ പറയുന്നുണ്ട്, ഞാൻ ഫുഡ് കഴിക്കുകയാണ്, നീ കഴിച്ചോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല, ഇവിടെ ആവുന്നേ ഉള്ളൂ. അങ്ങനെ എന്താ കറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അപ്പോഴും പ്രതീക്ഷിച്ചു സുഭാഷ് ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നു. പക്ഷെ അവനൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമ്പാർ ആണെന്ന് കറി, അപ്പോൾ വെണ്ടൊക്കെ കുറച്ച് ഇതായിപ്പോയി, അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അതിൽ അവൾക്ക് നന്നായിട്ട് മടുപ്പ് വരുന്നുണ്ട്. എന്നിട്ട് അവൾ മടുപ്പോട് കൂടി പറയുന്നുണ്ട്, എന്നാലും ഓക്കെ നിങ്ങൾ കഴിച്ചോളൂ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ശരിയാണ്, കഴിക്കുമ്പോൾ ഫോൺ വിളിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അവൾക്ക് മടുപ്പ് തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ ഫോൺ വെച്ചിട്ട് പറയുന്നുണ്ട്, ഇയാൾക്ക് ഇതേ പറയാനുള്ളൂ എന്ന് പറയുകയാണ്. കാരണം അവൾ അത്രയും പ്രതീക്ഷയോട് കൂടിയാണല്ലോ വിളിക്കുന്നത്. അപ്പം വിളിക്കുന്ന ആളെടുത്ത് നിന്ന് വീണ്ടും സെയിം കാര്യം തന്നെ കേൾക്കുമ്പോൾ ഒരു മടുപ്പ്. പിന്നത്തെ സീന് കാണിക്കുന്നത് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. ഹരീഷ്, നികേഷ്, നിധി, സുധീഷ്. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നികേഷ് പറയുന്നുണ്ട്, കറികൾക്കൊന്നും ഒരു ടേസ്റ്റ് ഇല്ല. സുഭാഷ് ചേട്ടന് ഇത് എന്ത് പറ്റി? അപ്പോൾ നിധി കഴിച്ചിട്ട് പറയുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നികേഷ് പറയണം, ഇടത്ത് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പോൾ അവൾ ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും ഹോട്ടലിനെക്കാട്ടി മെച്ചം. അപ്പോൾ നിധി പറയണം, അതാണ്. അപ്പോഴേക്കും അച്ഛൻ വരുന്നുണ്ട് കേട്ടോ, അതായത് ഭാസ്കരൻ വരുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ്റെ കയ്യിലൊരു പൊതിയുണ്ട്. ഭാസ്കരനെ കണ്ടപ്പോൾ തന്നെ നിധി പറയുന്നുണ്ട്, അച്ഛാ ചോറ് വിളമ്പട്ടേന്ന്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ആർക്ക് വേണം സാമ്പാറും ചോറും, ഞാൻ നല്ല ബിരിയാണി കഴിച്ചു. അപ്പോൾ ഭാസ്കരൻ്റെ കയ്യിലെ പൊതി കണ്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എന്തിനാ ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നേ, അതെന്നെ അവിടെ നിന്ന് കഴിച്ചുകൂടായിരുന്നോ? അപ്പം ഭാസ്കരൊന്നും മിണ്ടാണ്ട് ആ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ പൊരിച്ചത് തട്ടുകയാണ് കേട്ടോ. എന്നിട്ട് നേരെ അത് നിധിക്ക് കൊടുക്കുകയാണ്, മോളെ നീ കഴിച്ചോന്ന്. അത് കണ്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അച്ഛാ വേണ്ടാന്ന്. അപ്പം ഭാസ്കരൻ പറയാണ്, നിനക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ മേടിച്ചതാ മോളെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിൻ്റെ കൂടെ, കഴിച്ചോ. അത് കണ്ടപ്പോൾ സുധീഷ് ഭയങ്കര ഒരു സൗമ്യതയിൽ വന്നിട്ട് അത് പിടിക്കാൻ നോക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് കഴിച്ചാൽ മതി, ഈ കുരുത്തം കെട്ടവന്മാർക്ക് ആർക്കും കൊടുക്കരുത് കേട്ടോ. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആർക്ക് വേണതൊക്കെ. അപ്പോൾ ഭാസ്കരൻ നിധിനോട് പറയണം, മോള് കഴിച്ചോ, വേഗം കഴിച്ചോ. എന്നിട്ട് അവിടെ നിന്ന് പോവാണ്. ഭാസ്കരൻ നേരെ പോയിട്ട് തൻ്റെ ബെഡിൽ പോയിരിക്കുകയാണ് കേട്ടോ, ഉമ്മറത്തെ. ഭാസ്കരൻ പോയി കണ്ടതും സുധീഷ ചിക്കൻ പൊരിച്ചത് എടുക്കുകയാണ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, വലിയ ഡയലോഗ് അടിച്ചതായിരുന്നല്ലോ, എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുകയാണ്. ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കാനുള്ള പ്ലാൻ ആണോ എന്നുള്ളത്. അപ്പോൾ അവൾക്കൊരു നീരസം തോന്നുന്നുണ്ട്. പക്ഷേ അവൻ നേരെ അവൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആദ്യം അച്ഛൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ കൊണ്ടുവന്നത്, അപ്പോൾ നീ തന്നെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവൾ പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി അവൻ്റെലേക്ക് ഇടുകയാണ്. അപ്പോൾ എന്നിട്ട് ബാക്കി നികേഷിന് കൊടുക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, എന്നതും കൂടെ എടുത്തൂടെ. അപ്പോൾ നിധി അവന് അവളെ നിന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഭാസ്കറിനാണെങ്കിൽ തൻ്റെ പഴയ റേഡിയോയ്ക്ക് ഒരു തട്ട് കൊടുത്തിട്ട് അതിൽ പാട്ടിട്ടിട്ട് അത് ആസ്വദിക്കുകയാണ്, സിഗരറ്റും വലിച്ചിട്ട്. അപ്പോൾ നിധി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ അവരോട് പറയാണ്, ഇതൊക്കെ കാണുമ്പം ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ എന്തെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല അച്ഛൻ അമ്മയെ. അവളത് പറയുമ്പോൾ എല്ലാവരും മുഖം പെട്ടെന്ന് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത റിവ്യൂവിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്